അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സുസ്വാഗതം. ഗൈസ് അതുപോലെ നമ്മൾ ബെർമൂഡ റാങ്ക്ഡ് മാച്ചാണ് നമ്മൾ കളിക്കാൻ പോണേ. സോ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് കളിക്കുവാണ് ഗൈസ്. ആദ്യമായിട്ട് ഈ വീഡിയോ ആണെങ്കിലും ജസ്റ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് പവർ ആക്കുക. പിന്നല്ല ഗൈസ്, ജസ്റ്റ് തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് പിന്നെ റെഡി ആയിക്കോളും. സോ എനിക്ക് ആദ്യമായിട്ടാണ് ഈ വോയിസ് റിവ്യൂ ഇത് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലെയിനിലൊക്കെ പോവുകയാണ് ഗൈസ്. നമ്മൾ വെച്ച് താഴേക്ക് എവിടെ ചാടണം, നമുക്ക് പോച്ചുനോക്കി ചാടണം, പീക്കി ചാടണം, നമ്മൾ നോക്കുവാണ്. അപ്പോൾ നമുക്കങ്ങ് വെച്ചങ്ങ് പിടിക്കുക അങ്ങോട്ടേലും. അപ്പോൾ നമുക്ക് എവിടാ പീക്കിലേക്ക് വെച്ചങ്ങ് പിടിക്കുകയാണ്. ഏത് മൂട്, നമ്മൾ പ്രോ മൂട് പിന്നെ അല്ല ഗൈസ്. നമ്മൾ പീക്കിലേക്ക് വെച്ച് പിടിക്കുകയാണ്. സോ പീക്ക് നിറച്ച് എനിമിയാന്ന് തോന്നുന്നു. അപ്പോൾ തൽക്കാലം ഇവിടെ ചാടിയിട്ട് അങ്ങോട്ട് കയറാം, അതായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നേരെ പോയി ഫൈറ്റ് എടുത്ത് വീഴണ്ട. കൂടെ കളിക്കുന്ന എല്ലാവരും മണ്ടന്മാർ, നമ്മൾ പോയി ചാവണം എന്തിനാ വെറുതെ. അയ്യോ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ലാൻഡ് ചെയ്തു. സോ നമ്മൾ ഗണ്ണെടുക്കുക ഗൈസ്. ഗ്ലൂ ആണ്, പിന്നെ കട്ടാന. ഈ ഗ്ലൂ ആണ് എപ്പോഴും ഈ തേങ്ങ. എനിക്ക് ഇതാണ് ദേഷ്യം തന്നെ, എപ്പോഴും മാറ്റണം ഗൈസ്. അപ്പോൾ അങ്ങനെ നല്ല തോക്കും കാര്യങ്ങളും കിട്ടി. നല്ല തോക്കൊന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ ഇനിമയൊന്നും അടിച്ചിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു തോക്കും കാര്യങ്ങളും കിട്ടി. സോ അതെ വിച്ചുനും എൻ്റെ അടുത്ത് ലൂട്ടിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു മാറി. സോറി, അവൻ ലൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ അവനെ ഗ്ലൂ ഇട്ട് നമ്മൾ നൈസായിട്ട് കയറി ചെന്ന് ലൂട്ട് ഫസ്റ്റ് മുക്കാൻ വേണ്ടി അവനൊക്കെ നമ്മളെ ചീത്ത വിളിച്ച് കൊല്ലുകയാണ് കഴിച്ച്. അയ്യോ. അപ്പോൾ നമ്മൾ ഈ ചീത്ത വിളിയും കാര്യങ്ങളും ഞാൻ ഇടാത്ത. സോ വീഡിയോ ഒക്കെ അല്ലേ ഗൈസ്, മാക്സിമം ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. സോറി, ആദ്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും അക്ഷരം തെറ്റിപ്പോവുക, അല്ലെ എന്തെങ്കിലും തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ക്ഷമിക്കുക. ഇനിയെല്ലാം സോൾവ് ആക്കി ഇടാം. സോ ആദ്യമായിട്ട് ഈ സംസാരിക്കും കുറച്ച് പിടപ്പ് കൂടുതലാണ്. അത് വേറൊന്നുമല്ല, ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യണതിൻ്റെയാണ്. സോ ഞാൻ മാക്സിമം ഓക്കെ ആക്കാം. സോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഫുൾ മെഡിക്കറ്റ് കിട്ടി. സോ ഗൈസ് നമ്മൾ ലൂട്ടി അങ്ങ് പോവുകയാണ്. വിച്ചുരുവാണ് എനിക്ക് ലൂട്ടാൻ മാത്രമേ സമ്മതിക്കുള്ളൂ. അറിയാം എൻ്റെ പുറകെ കിടന്ന് ഒരു ലൂട്ടോ ഗൈസ്. ചീത്തയുമ്പോഴേക്കും പുറകെ നടക്കും അപ്പോൾ ഗൈസ് നമ്മൾ ലൂട്ടി അങ്ങ് പോവുകയാണ്. ലൂട്ടി പോകുമ്പോൾ പീക്കിൽ നമ്മുടെയൊക്കെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. പീക്കിൽ എന്തായാലും എനിമി ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ലൂട്ടി നൈസായിട്ട് കയറി ചെല്ലാം. അപ്പോൾ അതിന് ഒരു പ്ലാനിങ്ങിനായിട്ട് നമ്മൾ നൈസായിട്ട് ലൂട്ടുമാണ് ഗൈസ്. പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ജസ്റ്റ് ലൈവ് വേണ്ടൊരു ജസ്റ്റ് ലൈവിന് ജസ്റ്റ് കമൻറ്റ് അടിക്കുക, വേണമെന്ന് കമൻറ്റ് അടിക്കുക. പിന്നെ മെയിനായിട്ട് റെഡിയും കോഡും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ പവറാക്കി എടുക്കുക. പിന്നല്ല ഗൈസ്, സ്പീക്കിൽ എനിമി ഉണ്ട്. വിച്ചുരുമ്പോൾ കയറി ചെല്ലുക. അവൻ ചാവാൻ കയറണേ ഗൈസ്. അപ്പോൾ അവൻ കയറി ചെല്ലണം. നമുക്ക് അവനോട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ കയറി ചെന്ന് ബിആറാലോ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗൈസ്. ഒരു എനിമി സ്പോട്ട് ചെയ്ത് എനിമി അല്ലത്. സോ നമുക്കത് പൊട്ടിച്ച് നോക്കാം എനിമി അടുത്ത് എത്തണം ഉണ്ടെന്ന്. ആരുമില്ല ഗൈസ്, എൻ്റെ തേപ്പടേ. നമ്മൾ വലിയ കാര്യത്തിനും കയറി ചെന്നാൽ ആരുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കാറിൻ്റെ കിടക്കണോ ഗൈസ്, നമുക്കത് എടുക്കണോ വേണ്ട എന്തിന് ഗൈസ്. നമുക്ക് എന്തെങ്കിലും വെസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാതെ ചിന്തിക്കുകയാണ്. വാങ്ങാൻ പറ്റും. പിന്നെ അല്ല നമ്മൾ ഡാൻസ് കളിച്ചാൽ തുള്ളി ഒരു കൊടിയും കുത്തി. പിന്നെ അല്ല വെസ്റ്റ് നമ്മളെടുത്തു. പിന്നെ അല്ല ലെവൽ 4 ഏത് കൂട്, അമ്പാനും കൂട് ഗൈസ്. നമ്മൾ ലെവൽ 4 വെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. എനിമയിലുണ്ടെങ്കിൽ നമ്മളൊക്കെ അടിച്ചിടും. നമുക്ക് MP40 കൂടെ കിട്ടിയാൽ ഗൈസ്. നമ്മൾ സീനാണ്. UMP ഉള്ളതുകൊണ്ട് ഓണം പോലെ ഗൈസ്. MP40 ആണ് ബെഡാ പ്രോ. ഉള്ള കാര്യം പറയാമല്ലോ ഗൈസ്. പിന്നെ എത്രയും കാശ് കൊടുക്കി വാങ്ങിയല്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഒരുത്തൻ ചാടിയൊക്കെ ഇറങ്ങുന്നു ഗൈസ്. എവിടെയാണ്? എൻ്റെ അടുത്താണോ? ഓർമ്മ കൊടുത്തോ ഗൈസ്. വീഴുന്നില്ല, മാറി. പിന്നെ നമ്മളെ കുത്തി പിടിച്ചു ഗൈസ്. പുറകെ നടി ഗൈസ്. ഇതാണ് എനിക്ക് പറ്റാത്ത ഗൈസ്. അവിടെ ഫ്രണ്ടിൽ നടി നമ്മൾ വീണ്ടും പൊങ്ങും അവിടെ തന്നെ. അത് വേറെ കാര്യം ഗൈസ്. പുറകെ നടി പറ്റത്തില്ല ഗൈസ്. എന്താ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കും. നമ്മളിപ്പോൾ ഒരാളെ അടിക്കുമ്പോൾ പുറകെ നടിക്കും. ഗെയിമാണ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാൻ എന്ത് തേപ്പടേ ഇത് പറഞ്ഞിട്ട് അടിക്കാൻ പാടില്ല ഗൈസ്. നമ്മളെ വിച്ചുനോവ് നോക്കായി ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ടത്തേക്ക് പോകാൻ പറിച്ച് കയറി ചെല്ലാം. നമുക്ക് നൈസായിട്ട് മണ്ടേ ചാടിയിട്ട് നോക്കാം എത്ര പേരുണ്ട്. ഒരു സ്ക്വാഡും ഇല്ലാണെങ്കിൽ നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ നമ്മൾ അടിച്ചങ്ങ് ഉറക്കും. അപ്പോൾ അതാണ് ഗൈസ്. റോക്കോയിൽ എടുക്കാം. തോക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടോ? അവിടെ കോയിൻ എടുത്താടാ. ആരും കോയിൻ എടുത്തില്ല. എന്നാൽ പിന്നെ ഇച്ചിരി ബുള്ളറ്റ് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് വിച്ച് നൈസായിട്ട് ഇറങ്ങുന്നുണ്ട് അവിടെ. അവൻ ചാവാൻ വീണ്ടും ഇറങ്ങുന്നതാണ്. നമുക്ക് നോക്കാം. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പവർ ആക്കുക. പിന്നല്ല ഡെയിലിയും വീഡിയോസ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ച് ഒന്ന് കൂടെ കൂടിക്കോളുക. പിന്നല്ല ഗൈസ് അവിടെ എല്ലാം എനിമി ഉണ്ടോ നൈസായിട്ട് താഴേക്ക് ഇട്ട് നോക്കാം. താഴെ നൈസായിട്ട് ചാടി അടിച്ചു നോക്കാം എനിമി എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഗൈസ് അവിടെയൊക്കെ അടിക്കുന്നു. ടീമിന് സപ്പോർട്ട് എടുത്താലോ ജയിക്കണം. നമുക്ക് കൊടുത്തു നോക്കാം. പിന്നെ അല്ല നമ്മളെ ഞെക്കി പിടിച്ചു. MP5 ഞങ്ങൾ ഞെക്കി പിടിച്ചു ഗൈസ്. പിന്നെ അല്ല നമ്മൾ ആരാ മോൻ ഗൈസ്. ഗ്രോസ് ഉണ്ട് ഗൈസ്. അമ്മ തൂക്കി ഗൈസ്.
എന്ത് തേപ്പടേ ഇടയിൽ MP40 പിന്നെ അല്ല MP40 കിട്ടും നമ്മൾ ബെഡ പ്രോയാ. ഇനി നമ്മൾ പരമാവധി കളിക്കും. പിന്നെ അല്ല കൈസ് കണ്ടോ കൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ അല്ല നമ്മൾ അടിച്ചിടുന്നവർ അടിച്ചിടും. MP40 നമ്മളായിരിക്കും MP40 നമ്മൾ സീനാ കാശ് കൊടുത്ത് വാങ്ങിച്ചാ. പിന്നെ അല്ല കൈസ് നമ്മളങ്ങ് പൊട്ടിച്ച് നമുക്ക് പണമൊന്നും വിഷയമല്ല, നമ്മൾ പൊട്ടിച്ചത് കൈസ്. അവിടെ ഫ്രണ്ടിൽ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടീം തന്നെ അടിക്കണ്ട നൈസായിട്ട് ഗ്രാനൈഡ് അങ്ങ് തൂക്കി നോക്കാം. അല്ല കില്ലും കിട്ടിയാലോ ഏത് മൂഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിമിയുണ്ട് ഗൈസ്. അവിടെ വിച്ചു വാടാ കൂടാ നൂപേ ഇനി ഗൈസ് വരും ഗൈസ്. അപ്പോൾ ഫ്രണ്ടിൽ എനിമിയുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മൾ കയറി ചെല്ലണോ, ഇനി ഫൈറ്റ് ആണോ, ഇനി എത്ര പേരുണ്ട്, സ്ക്വാഡാണെങ്കിൽ നമ്മൾ ചത്ത്. നമ്മൾ MP40 ഗൈസ് ചെറിയൊരു ഹെഡ് കൊടുത്ത് നമ്മൾ അച്ചറം പുച്ചറടിക്കണം ഗൈസ്. ഗൈസ് ഇത് എനിമി കയറി വന്നു. നമ്മൾ മെഡ് അടിക്കുവാണ്. നമ്മുടെ ടീമേറ്റ് വിച്ചുനുമ്പോൾ കയറി ചെല്ലുവാണ്. അപ്പോൾ നൈസായിട്ട് നമ്മൾ കുത്തി പിടിച്ച് നോക്കാക്കി ഗൈസ്. പിന്നെ അല്ല കുത്തി പിടിച്ചില്ലെങ്കിൽ അവനെ കൊല്ലുപ്പം എനിമി ഗൈസ്. നമ്മുടെ ടീമേറ്റ് നോക്കായി ഗൈസ്. പുറകിൽ നിന്ന് അടിക്കും. അതെവിടെ നിന്ന് അടിച്ചേ ഗൈസ്? നിങ്ങൾ കണ്ടത് അവൻ അവിടെ ഇരിക്കുവാന്നു, നമുക്ക് പുറകിൽ നിന്ന് അടിക്കുക. എന്ത് തേപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് മാത്രമേ ഉള്ളൂ. വിച്ചുനുവും നോക്കാണ്. അപ്പോൾ അവനെയും പൊക്കുവാണ് ഗൈസ് നമ്മുടെ ടീമേറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് റിവ്യൂ ചെയ്യുമായിരിക്കും. കാരണം 900 കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടെ പോയി നൈസായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്യാം. അതെ വിച്ചുനോവ് പോവാണ്. വിച്ചുനോവ് എങ്ങോട്ടാണ് പോകണേ കുഴപ്പമില്ല. വിച്ചുനോവിൻ്റെ പുറകിൽ എനിമി ഉണ്ട് ഗൈസ്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ ടീമിൽ നമ്മളെ പൊക്കുന്നു. പിന്നെ അല്ല കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നൈസായിട്ട് നമ്മൾ പൊക്കി നമ്മളതേ വെച്ച് താഴേക്ക് വെച്ച് പീക്കിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ വെച്ച് പിടിക്കണമെങ്കിൽ നമ്മുടെ കില്ല് നമുക്ക് 3 കില്ല്. പിന്നല്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ ഗൈസ്. നമുക്ക് മാക്സിമം നമുക്ക് ഹീറോയ്ക്ക് പുഷ് ചെയ്യാൻ നോക്കുക ഗൈസ്. വേറെ ഒന്നല്ല, എനിക്ക് മെയിനായിട്ട് ഈ മാസം കൊണ്ട് മാസ്റ്റർ അടിക്കണമെന്ന് ചെറിയൊരു ഡ്രീമുണ്ട്. മാക്സിമം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. മാക്സിമം വീഡിയോ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. എന്നാൽ എനിക്കൊരു ഒരു പോസിറ്റീവ് തോന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു താല്പര്യം കുറയും മെയിനായിട്ട്. അപ്പോൾ അതാണ് കാര്യം ഗൈസ്. അപ്പോൾ അകത്ത് ഇനിമി ഉണ്ട്. നൈസായിട്ട് നമ്മൾ അടിച്ചു പൊട്ടി നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്ത് എത്ര പേരെ ഉണ്ടെന്ന് അറിയത്തില്ല. മാക്സിമം നമ്മൾ പിടിച്ചിരിക്കും എത്ര പേരെ ആയാലും. പിന്നെ അല്ല നമ്മളെ കൊണ്ട് പറ്റാത്ത എന്തിനാ ഉള്ളത്. നമ്മൾ മാക്സിമം നമ്മൾ ഒരു 4 കില്ല്, ഒരു 6 കില്ലാണ് ടാർഗറ്റ്. പറ്റുന്ന വല്ല കില്ല് എടുക്കും. ഒരു 6 കില്ലാണ് പറ്റുന്നവർ എടുക്കുകയുള്ളൂ ഗൈസ്. നമ്മൾ കൊടി കുത്തി നമ്മുടെ ടീമേറ്റൊക്കെ ഇറക്കുവാണ് ഗൈസ്. അപ്പോൾ ഇറക്കി വെസ്റ്റും കാര്യങ്ങളൊക്കെ വെസ്റ്റ് എന്തിനാ തേപ്പ് വെസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ കൊടി കുത്തി നമ്മുടെ ടീമേറ്റൊക്കെ ഇറക്കി അവന്മാർ താഴെ എത്തിട്ടോ. എന്നിട്ട് കയറി ചെല്ലാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കയറി ചെന്ന പടവും. അയ്യോ ബ്രോ ചെയ്യല്ല ഗൈസ്. ഈ ഹാക്കറിന് ഒരു ചെറിയൊരു പയ്യനാണ് ഗൈസ്. കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാത്രം തോന്നല്ലേ, നമ്മുടെ ജസ്റ്റ് ക്ഷമിച്ചേക്ക് ഗൈസ്. അവിടെയൊക്കെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ടീമിൻ്റെയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പേടിച്ചുവല്ലോ ഗൈസ്. MP40 കിട്ടി. ഇനി നമ്മൾ ബെഡ പ്രോ പിന്നെ അല്ല ഗൈസ്. നൈസായിട്ട് ലൂട്ടാണ് ഗൈസ്. ഇങ്ങനെ ലൂട്ടി വരുവാണ്. ഇവിടെ എനിമി ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മളെ കൊന്നവന്മാരെ നമുക്ക് അടിക്കണ്ടേ. ഏത് മണ്ടയിലാണെന്ന് തോന്നുന്നു. മണ്ടയിലല്ല, അത് എവിടെ എഴുതുന്നുണ്ട്. നൈസായിട്ട് കുമ്മി നോക്കാം. അമ്മരടിക്കട്ടെ. നൈസായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നല്ല കുമ്മലിൽ നമ്മൾ എക്സ്പെർട്ടല്ലേ ഗൈസ്. പിന്നല്ല അങ്ങനെയൊക്കെ അടിച്ചുകൊണ്ട് അടിക്കും ഗൈസ്. അല്ലാത്ത എനിമീനൊന്നും കൊള്ളത്തില്ല മേത്ത്. അവിടെ വിച്ചിനമേ ലൂട്ടറാ ലൂട്ട് ഗൈസ്. നമുക്ക് എനിമി ഉണ്ട്. ഇനിയും എനിമി ഉണ്ട്. പീക്കിലാണ് എനിമി ഇല്ലാത്ത പീക്കിലാണ് ഗൈസ് എനിമി ഇല്ലാത്ത ശോകം. അപ്പോൾ ഇവിടെ എനിമി ഉണ്ട് ഗൈസ്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കുവാണ് ഗൈസ്. ലൈക്ക് അടിക്കുന്നതിന് മാക്സിമം ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒന്ന് ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് MP40 കിട്ടി വീണ്ടും. പിന്നെ അല്ല ഗൈസ്, പുതിയൊരു ഫോണാണ് ഞാൻ കളിക്കുന്ന ഫോണിലാണ്. IQ Neo 10 കളിക്കുന്നത്. അപ്പോൾ നൈസ് ഫോണാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫോണാണ് നോക്കുവാണെങ്കിൽ, ഗെയിമിംഗ് ഫോൺ നോക്കുവാണെങ്കിൽ IQ ആയിരിക്കും ബെറ്റർ. ഈ പോക്കോനെ പോലും കാര്യങ്ങളൊക്കെ ഒന്നല്ല. പോക്കോ ആണെങ്കിൽ ഇത്ര ഒരു ഇത് തരത്തില്ല. സോ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പോക്കോ, ഞാൻ സാധനമൊന്നല്ല, ഈ പോക്കോ എടുക്കണക്കാരൊക്കെ ബെറ്റർ IQ എടുക്കണമായിരിക്കും ഞാൻ പറയണം. കാരണം എനിക്കിപ്പോൾ ഞാൻ കളിക്കുമ്പോൾ എനിക്കൊരു ലാഗും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം എനിക്ക് 12 GB കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് അറിയത്തില്ല. സോ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയണം, സൂപ്പറാണ്. നമ്മൾ ഫ്രണ്ടിൽ മറ്റാവാൻ പോകണ്ടല്ലോ, ടീമേറ്റ് എടുത്താൽ തോന്നുന്നു. വിച്ചുവിനിട്ട് കിട്ടും. വിച്ചുനോവ ഗൈസ് എപ്പോഴും കയറിപ്പെടണം അതിൻ്റെ അകത്ത്, എന്തോ അറിയത്തില്ല. അയ്യോ, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഞാനാണ് ഓടിക്കുന്നത്. ഞാൻ പിന്നെ ഡ്രൈവറല്ലോ, എനിക്ക് ഫ്രീ ഫയറിൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലോ ഏത്. അപ്പോൾ ഞാൻ വെച്ചങ്ങ് പിടിക്കുകയാണ് എനിവിനെ അടിക്കാൻ വേണ്ടി. എത്ര പേരുണ്ടോയെന്ന് അറിയത്തില്ല. എന്ത് ചെറിയ ലൈഫ് കുറവാണ്. നൈസായിട്ട് ബെഡടിച്ച് ഇവിടെ എനിമി ഉണ്ട് ഗൈസ്. കാണുന്നില്ല. തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കുകയാണ്. അതിൻ്റെ പുറകിലായിരിക്കും. നോക്കാം അതേ ഇരിക്കുന്നത് വാഴ. ഇത് തീർന്നു. അയ്യോ കൊമ്മാൻ പറ്റിയില്ല ഗൈസ്. അവന്മാർക്ക് എടുക്കും. അയ്യോ ചത്ത്. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എടുക്കാം. അവന്മാർ തീർത്തു. അടിപൊളി. നമുക്കുള്ള ഡാമേജും കൊണ്ട് നമുക്ക് റെഡിയാവാം, അല്ല വേറെ വഴിയില്ല. ഇതിപ്പോൾ സോണിൻ്റെ പവർ അത്യാവശ്യം കൂടുന്നുണ്ടോ ഡൗട്ട്. അത്യാവശ്യം ലൈഫ് കുറേയുണ്ട്. എല്ലാം ഇവന്മാർ കയറാൻ കഴിച്ച് മടിയാണ്, കയറത്തില്ല ചുമ്മാ. അപ്പോൾ കേസ് നമ്മൾ സോണിൻ്റെ അകത്തേക്ക് നൈസായിട്ട് കയറാൻ പോകണം. റെഡി ആണ്. ഇവിടെ 2-3 പേരുണ്ട്.
നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഫൈറ്റ് എടുക്കാൻ നോക്കും. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്. ഇവിടെ എവിടെയാണെന്ന് അറിയത്തില്ല. സ്ട്രോണാണ് നമ്മൾ നിർത്തത്തില്ല. കാരണം എന്താ സ്ട്രാൻ്റെ വയലേക്ക് നമ്മൾ കയറുന്ന എല്ലാവരും രോഗങ്ങളാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ചാവും കൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ച് പിടിക്കുകയാണ് കൈസ്. അതുകൊണ്ട് അകത്തേക്ക് നമ്മൾ കയറി. ഇനി അതുകൊണ്ട് അകത്തുനിന്ന് ആരെയും പുറത്തുനിന്ന് ആരെയും കയറി വരുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് അകത്ത് പോയി ഗൈസ്. നമ്മുടെ റെയിനും കാര്യങ്ങളൊക്കെ പോവാണ് ഗൈസ്. പറ്റുന്ന ആ സമയം നമ്മൾ നൈസായിട്ട് കോയിലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരോടെ അയക്കുന്നു. നമുക്ക് കൊടുക്കില്ല ഗൈസ്. നമ്മുടെ ടീമേറ്റിനെ വിളിച്ചത് ഞാനിവിടെ ഉള്ളപ്പോഴാണ്. അതൊക്കെ എത്ര ഉടുപ്പുണ്ട് എൻ്റെ പെണ്ണുമ്പോൾ എനിക്ക് എന്ത് ഉടുപ്പുണ്ട് ആലോചിക്കുക. എൻ്റെ ടീമേൻ്റെ എൻ്റെ നൻപനെ നീ അടിക്കുന്നു ഗൈസ്. നമ്മൾ ഞാൻ നൈസായിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വെറുപ്പിച്ചു. ഏത് മൂട്? കേരള മൂട്. പിന്നല്ല ഗൈസ്, മലയാളിതാ. പിന്നല്ല നമ്മൾ 2-3 ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ മാസം കാണിക്കുകയാണ് ഗൈസ്. അതിപ്പോൾ അല്ലാണ്ട് ചാവും തോന്നുന്നു, നമ്മൾ കൊല്ലാണ്ട് തന്നെ ഗൈസ്. ഇത് തന്നെ ഇത് തന്നെ നമ്മൾ തീർത്തു. പിന്നെ അല്ല ഗൈസ്. അപ്പോൾ 4 കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസായിട്ട് സോണിൻ്റെ ഡാമേജ് കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ സോണിലേക്ക് മാക്സിമം വെച്ച് പിടിക്കുകയാണ് ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് പവറാക്കും. പിന്നല്ല എടാ കയറാ കുട്ടാ, കുറേ കയറാ കുട്ടാ, വേഗം കയറും സമയം. പിന്നല്ല താഴെ കയറി ഗൈസ്. ഏതാ അപ്പോൾ നൈസായിട്ട് സോണിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ സോണ് കുറച്ചും കൂടെ പവർ കൂടി. അപ്പോൾ വെച്ചിങ്ങ് സോണിലേക്ക് കാഴ്ചയാണ് ഗൈസ്. ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ എനിമിയുണ്ട്. വിച്ചുവിന് എപ്പോഴും ഇത് കിട്ടണം ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇത് മൂന്നാമത്തെ 4ാമത്തെ കണ്ട ഇവന് മാത്രമേ കിട്ടുള്ളൂ ഗൈസ്. ഒരുത്തിനെ കണ്ട് നമ്മൾ ഞെക്കി പിടിക്കണം ഗൈസ്. കാടാന്ന് തോന്നുന്നു. പിന്നെ അല്ല നമ്മുടെ ടീമിനെ നമുക്ക് സപ്പോർട്ടുള്ള നമുക്ക് കുഴപ്പമില്ല. പിന്നെ അല്ല ഗൈസ്, ഒരുത്തിനുണ്ട് നമ്മൾ വെച്ച് പിടിച്ചാൽ നമുക്ക് ലൈഫ് കുറവാണ്. നമ്മൾ സൂപ്പർ അങ്ങ് കാച്ചി. ഏത് ഗൈസ് സോണിൻ്റെ ലൈഫ് അത് വേറെ. അയ്യോ സീനാണ് ഗൈസ് സോണിൻ്റെ ലൈഫ്. ഇപ്പോൾ നൈസായിട്ട് നമ്മൾ ഗ്ലൂവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കും ഗൈസ്. ജസ്റ്റ് നെറ്റ് ഭയങ്കര പിന്നെ ഗൈസ്. നമ്മൾ ഗ്ലൂ പൊട്ടിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണുന്നത് അറിയോ? എല്ലാ എനിമിയും ചത്തു. എങ്ങനെ ഇരിക്കുന്നു? നമ്മളെ ടീമേറ്റ് കൊന്ന് നമുക്ക് കില്ലില്ല പറഞ്ഞു വരുമ്പോൾ അത്ര തന്നെ. അവിടെ എനിമിയാണ് നമ്മുടെ ടീമേറ്റ്. അത് ഗൈസ് നമുക്ക് ലൂട്ടാൻ മാത്രമേ നമുക്ക് കില്ലുള്ളൂ. എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഗൈസ് സോണും കാര്യങ്ങളൊക്കെ പോയതിൻ്റെ പവറാണ് പോയത്. നമ്മൾ വണ്ടി എടുത്ത് പോവാണ്. മാറാൻ ഞാൻ എടുക്കാം വണ്ടി. പിന്നല്ല ഏട്ടായി എപ്പോഴും വണ്ടി എടുക്കുള്ളൂ. പിന്നല്ല ഏട്ടായിക്കും വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീമേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എനിമിനെ ഫൈറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വിച്ചുനും നോക്കായി. ഇപ്പോൾ അവനെ പൊക്കാൻ വേണ്ടി നമ്മൾ വെച്ച് പിടിച്ച് അങ്ങോട്ട് അവിടെ പോയി ചാടി ഇറങ്ങാനൊക്കെ നമ്മുടെ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ടു ഗൈസ്. ഇവിടെ വെച്ചാണ് ഗൈസ് ഒരു പണി കിട്ടണേ. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ വെച്ച് ചെറിയൊരു പണി കിട്ടും. വേറെ ഒന്നുമല്ല, എൻ്റെ കുഴപ്പമാണോ അത് എൻ്റെ കുഴപ്പമാണോ ഗരീനുള്ള കുഴപ്പമാണോ അറിയത്തില്ല. ഇവിടെ വെച്ചൊരു പണി കിട്ടും. ഞാൻ ഒരു മെഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഒരുത്തനില്ല. അവനെ ഞാൻ ഐസായിട്ട് ഡാൻസ് കളിച്ച് പൊക്കി വിടുമ്പോഴാണ് കണ്ടോ ഇത്. നീ എന്ത് പറയണം ഗൈസ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബഗ്ഗടിച്ച് നിൽക്കുക. ഇത് ഫോണിൻ്റെ കുഴപ്പമല്ല, ഫ്രീ ഫയർ ഗെയിമിൻ്റെ കുഴപ്പം. അത് ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. ഞാൻ അത്ര നൈസായിട്ട് കളിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ പോയി എന്ത് ലൂട്ട് എൻ്റെ ആയിരിക്കും ഉള്ളത്. അയ്യോ സ്മൂട്ടാണ്. എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഇവിടെ തന്നെ നോക്കായാൽ മാത്രമേ എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റുള്ളൂ. ഇത് തേപ്പാന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. എന്ത് തേപ്പാന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയത്. എന്നാ അവസ്ഥ, എനിക്കിവിടെ നിന്ന് അന്നിട്ട് അനങ്ങാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതല്ലാണ്ട് ചത്തിഞ്ഞ് എലിമിനേറ്റായി ഗൈസ്. ഇതാണ് തേപ്പ്, ഇതാണ് വിഷമം ഗൈസ്. നമ്മളെ ടീമിൻ്റെ കളിയാണ്. അതിലും വലിയ വിഷമം വേറെ ഒന്നുമില്ല ഗൈസ്. അതിൽ പോയി ചത്താൽ മതി ഗൈസ്. നമ്മൾ കൊച്ചു പയ്യൻ കയറി ചെല്ലുകയാണ് കളിക്കാൻ വേണ്ടി ഗൈസ്. നമ്മളെ പിന്നെ ഒരു കാര്യം, നമ്മുടെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാനായിപ്പോയി. കുഴപ്പമില്ല, ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിരുന്ന ഗൈസ്. അപ്പോൾ നൈസായിട്ട് ബാനായിപ്പോയി. കുഴപ്പമില്ല. അപ്പം കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ടീമേറ്റ് കൊച്ചിറക്കൻ ചത്ത്. ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. 13 ലൈവ്. 12 കില്ല് പയ്യന്. പിന്നല്ല പയ്യൻ നൈസായിട്ട് കളിക്കുന്നുണ്ട്. പയ്യനിട്ട് പടിയിട്ടു ഗൈസ്. പിന്നെ വേറെ ഒന്നുമല്ല ഗൈസ്. ഞാൻ ഒരു കൊച്ചു പയ്യന് അല്ലെങ്കിൽ 2-3 പേർക്ക് അക്കൗണ്ട് കൊടുക്കാമെന്ന് വെച്ച് ഒരു അക്കൗണ്ട് ഒരു പൊന്നൂറ് കൊണ്ടുനടന്നൊരു അക്കൗണ്ട് ആയിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇപ്പം ആ ഇമെയിലിൽ അക്കൗണ്ടേ കാണുന്നില്ല. അപ്പോൾ അതിന് ജസ്റ്റ് എന്തൊരു സൊല്യൂഷൻ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളെ വിച്ച് നോക്കായി. അപ്പോൾ അവനെ പൊക്കാൻ വേണ്ടി നൈസായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അവനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിയാണ്. കാരണം നമ്മളാണ് സെൻട്രലിലിരിക്കുന്നത്. സെൻട്രലിൽ നമുക്കറിയാലോ, അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലായിടത്തും അടി കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിൽക്കുകയാണ് ഗൈസ്. നമ്മുടെ ടീമേറ്റ് ഇങ്ങനെ മെഡടിക്കുകയാണ് ഗൈസ്. മെഡടിച്ച് നിൽക്കുകയാണ്. എന്തായാലും വീഡിയോ ഇല്ലയെന്ന് അറിയത്തില്ല. അയ്യോ മെഡൊക്കെ അടിച്ച മണ്ടേന്നും കാര്യങ്ങളൊക്കെ അടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ അടിക്കുമല്ലോ ഗൈസ്. നമ്മുടെ ടീമേറ്റും കാര്യങ്ങളൊക്കെ പടമായി. ഇനി ഒരുത്തനേ ഉള്ളൂ. അവൻ്റെ നൈസായിട്ട് എടുക്കുമെന്ന് അറിയത്തില്ല. ഗൈസ് അവൻ പടമായി ഗൈസ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗൈസ്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് പവറാക്കുക. പിന്നെ അല്ല ഗൈസ്, എല്ലാ ദിവസവും ഡെയിലി പുഷിങ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ ഗൈസ്.